എങ്ങനെയുണ്ടായിരുന്നു? പക്ക ഒരു ആക്ഷൻ മൂവിയാണോ അതോ കോമഡിയാണോ? എങ്ങനെയുണ്ട്? എൻജോയബിൾ ആണോ? വാച്ചബിൾ ആണോ? എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം, അടിപൊളി പടം. എല്ലാവരും ജെൻസ് കാറ്റഗറിയിൽ എല്ലാവർക്കും പറ്റിയൊരു മൂവിയാണത്. അത്യാവശ്യം കോമഡിയും അത്യാവശ്യം ഇമോഷനും എല്ലാം കൂടി മിക്സ് ആയിട്ടൊരു ഫൺ ആൻഡ് ആക്ഷൻ മൂവി തന്നെ പറയാം. ജെൻസി ഓഡിയൻസ് കൂടുതൽ കണക്ട് ആവുന്നത് എല്ലാവർക്കും എല്ലാതരം ഓഡിയൻസിനും നമ്മള് 90s കിഡ്സിനാണെങ്കിലും ഇതൊരു എങ്ങനെ പറയാ കണക്ട് ആവുന്ന ഒരു മൂവിയാണ്. എല്ലാവർക്കും കണക്ട് ആവുന്ന ഒരു തരം മൂവിയാണത്. റിയ ഷിബു കൊള്ളാം. പറയേണ്ട കാര്യമില്ലല്ലോ, സാറന്മാര് ഉച്ചയ്ക്ക് പോയതല്ലേ. ക്യാമിയോ കൊള്ളാം, എൻജോയ് ചെയ്തു, റിയലി എൻജോയ് ചെയ്തു. നല്ല സിനിമ, അടിപൊളിയാണ്. പക്ക കോമഡി എന്റർടൈൻമെന്റ് ആണോ? കോമഡി കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഒരു ക്യാമിയോ വന്നപ്പം ക്യാമിയോ അടിപൊളിയായിരുന്നു. എല്ലാ തിയേറ്റർ ഫുൾ പ്രതീക്ഷിക്കാത്തൊരു ക്യാമിയോ ആയിരുന്നു. പിന്നെ പക്ക ആക്ഷൻസ് ഒക്കെ എങ്ങനെയാണ്? ആക്ഷൻസ് അടിപൊളി. ടോവിനോണോ ബേസിലാണോ തൂക്കിയിരിക്കുന്നത് പടം? അല്ല, രണ്ടുപേരും എല്ലാവരും പക്ക ഒരു ഫൺ എന്റർടൈൻമെന്റ് ആണോ? ഫണ്ണായിരുന്നു. ഒരു ആവേശത്തിന്റെ വേറൊരു ലെവലിൽ സിനിമയാണ്. ഇതൊരു ഫുൾ എന്റർടൈൻമെന്റ് ആദ്യം മുതൽ അവസാനം വരെ. ആരാ ബേസിലാണോ ടോവിനാണോ? ആരാ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തേക്കുന്നത്? ബേസിൽ തന്നെയാണ്. ഫുൾ ആദ്യം മുതൽ അവസാനം വരെ ബേസിൽ തന്നെയാണ്. ടോവിനോടെ വില്ലൻ ക്യാരക്ടർ ഒക്കെ ഉണ്ടായിരുന്നു. സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ ഇത് എങ്ങനെ ഉണ്ടായിരുന്നു? ക്യാമിയോ തൂക്കി, അടിപൊളി, ഭയങ്കര സൂപ്പർ അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട് ക്യാമിയോ ഒക്കെ? എങ്ങനെയുണ്ട് ക്യാമിയോ വന്നപ്പോ തിയേറ്ററിൽ? എക്സ്പെക്ട് ചെയ്യാത്ത കുറെ ട്വിസ്റ്റ് ഉണ്ട്. ബാക്കി ഒരു പക്ക ഫൺ എന്റർടൈൻമെന്റ് ആണോ അതോ ഒരു ആക്ഷൻ ആണോ? ആക്ഷൻ അത്ര ഇല്ല, ഫണ്ണാണ്. കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു പക്ക ഒരു കോളേജ് മൂവി ആണെന്ന്. അതെ, തീർച്ചയായിട്ടും. പക്ക അപ്പൊ ഒരു ജെൻസി കിഡ്സിനൊക്കെയാണ് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതോ എല്ലാത്തരം ഓഡിയൻസിനും പറ്റും, ഫാമിലിക്ക് എല്ലാവർക്കും പറ്റും. പക്ക ഒരു ഫെസ്റ്റിവൽ മൂഡ് പടം തന്നെ. അതെ, തീർച്ചയായും. ആക്ഷൻസ് ഒക്കെ പക്കായിട്ട് കൺവീനിങ് ആവുന്നുണ്ടോ? ആക്ഷൻസ് അത്രയൊന്നുമില്ല, ജസ്റ്റ് 2-3 ഫൈറ്റ് മാത്രമേ. എമോഷൻസ് ഒക്കെയോ? എമോഷൻസും ഫണ്ണുമാണ് കൂടുതലും, കോമഡിയാണ് കൂടുതലും. വിനീതൊക്കെ എങ്ങനെയുണ്ട്? വിനീത് ശ്രീനിവാസൻ വിനീതൊക്കെ നല്ല കോമഡി ആയിട്ട് നമ്മുടെ കാട്ടാക്കടാണ് കോമഡി ആയിരുന്നു. ആള് അധികം സീനില്ല, പക്ഷെ കൊള്ളായിരുന്നു. ഭയങ്കര വൃത്തികെട്ട സിനിമ. ഒട്ടും കോമഡീസ് ഒന്നും വർക്ക്ഔട്ട് ചെയ്യില്ല, ഒട്ടുമില്ല. ഏറ്റവും മോശം സിനിമ അടുത്ത കാലത്ത്. പക്ക ഒരു ഫൺ എന്റർടൈൻമെന്റ് ആണോ? ഫണ്ട് കുറച്ചുണ്ട് അത്യാവശ്യം. ആക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ആക്ഷൻസ് ടോവിനയുടെ ഒക്കെ അടിപൊളിയായിട്ട്. ടോവിനാണോ ബേസിലാണോ? ആരാ പടം തൂക്കിയത്? ടോവിനെ ഏകദേശം കുറച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു ആവേശം മൂഡ് പടമാണോ? ആവേശം മൂടല്ല, നോർമൽ ആയിട്ടുള്ള മീഡിയം ടൈപ്പ്. അതിരടി സൂപ്പർ പടമാണ്. കുറെ നാളുകൾക്ക് ശേഷമുള്ള ഒരു ക്യാമ്പസ് പടം. ഒരു പക്ക ആക്ഷൻ പടമാണോ അതോ കോമഡിയാണോ? എല്ലാം ഉണ്ട്, നിങ്ങൾ വന്ന് കണ്ടുപോകുക. ആരെ പടം തൂക്കി? ബേസിലാണോ ടോവിനാണോ? രണ്ടുപേരും ഉണ്ട്, നിങ്ങൾ വന്ന് കണ്ടുപോകുക. ക്യാമിയോ എല്ലാം ഉണ്ട്, പടം കാണുക. ഇന്നത്തെ ദിവസം നമ്മള് പൊട്ടിക്കാൻ പാടില്ല. ഓക്കെ.